പ്രതീക്ഷിക്കാനുള്ള കഴിവാണ് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത്രയും മികച്ച ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ചികിത്സയെ സംബന്ധിച്ചും അതാണ്. ഒരു മികച്ച ചികിത്സകന്റെ അടുത്ത് ഒരേ രോഗത്തിന് ചികിത്സയ്ക്കായി സമീപിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരേ റിസൾട്ട് അല്ല കിട്ടാറ്. ചിലരുടെ മാറും, ചിലരുടെ മാറാതെ മറ്റു പല സ്ഥലത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നുണ്ടായിരിക്കും. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ കൊടുക്കുന്ന മരുന്നോ ഒന്നുമല്ല, ഈ വരുന്ന ആൾക്കാരുടെ പ്രതീക്ഷിക്കാനുള്ള കഴിവാണ്. അത്രയും മികച്ചൊരു ഫലം പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ആ റിസൾട്ട് കിട്ടും. വിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ കണ്ടതിൽ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമുണ്ട്, പക്ഷെ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് കാണാത്തതിലാണ്. നേരെ മറിച്ച് വെറുതെ എങ്ങനെ വിശ്വസിക്കണമെന്ന് വെച്ചാൽ അത് വേണ്ട. അപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്കൊരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഇപ്പൊ എന്ത് അറിവ് വേണമെങ്കിലും നേടാൻ പറ്റും. നമ്മുടെ എളുപ്പമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഡോക്ടറുടെ കാര്യം തന്നെ, ഈ ഡോക്ടർ യോഗ്യനാണോ എന്നുള്ളത് നമുക്ക് ഓൺലൈനായിട്ട് അന്വേഷിക്കാൻ പറ്റും, റിവ്യൂ കിട്ടും. അപ്പൊ നമുക്കത് നോക്കിയിട്ട് വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കല്ല, നോക്കിയിട്ട് സമീപിച്ചാൽ മതി. പക്ഷെ സമീപിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നുള്ളതാണ്. ഇതില് നമുക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്ന ഒരു കഥയുണ്ട്. പണ്ടൊരു സ്ഥലത്ത് ഒരു 2 കൊല്ലമായിട്ട് മഴ പെയ്തില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. സ്ഥലത്ത് ദിവ്യനായിട്ടുള്ള ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു. എന്താ അതിന് പരിഹാരം എന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു യാഗം നടത്താം, ആ മഴ പെയ്തോളും എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വെറുതെ അത് വേസ്റ്റ് ആയി പോകും. അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് യാഗം നടത്തി. 14 ദിവസത്തെ പരിപാടിയായിരുന്നു. അവസാന ദിവസം മഴ പെയ്യും എന്ന് പറഞ്ഞു. എല്ലാവരും മഴ കാണാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരും വന്നു കൂടി. അവസാനം എന്താ, മഴ പെയ്തില്ല. അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞു മഴ പെയ്യുന്നിട്ട് ഇപ്പൊ എന്താ പെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പോഴത് പോയതെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളിന്ന് മഴ പെയ്യുന്നു വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുട കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ കുടതാ, നിങ്ങളുടെ കുട എവിടെയെന്ന് ചോദിച്ചു. ഒറ്റ ആൾക്ക് കുടയില്ല. അപ്പൊ അതാണ് പറയുന്നത്, നമുക്ക് ആ പ്രതീക്ഷിക്കാനുള്ള ഒരു കഴിവ്. പക്ഷെ നെഗറ്റീവായ പ്രതീക്ഷകൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഈ കഴിവൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ 10 പ്രാവശ്യം ചാടി കടന്നിട്ടുള്ള ഒരു ഇതാണെന്ന് വെക്കാം, ഒരു വെള്ളത്തിന്റെ ഒരു ഭാഗമോ അല്ലെ വരമ്പിൽ നമ്മൾ ചാടി കിടക്കില്ലേ കുട്ടിക്കാലത്ത്, അതുപോലെ 11ാമത്തെ തവണ നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ മനസ്സ് പറയാ പിന്നെ നീ വീഴിട്ടോന്നാണ്. കാരണം ഈ 10 പ്രാവശ്യം നീ ചാടിക്കിടന്നതാണെന്ന് മനസ്സൊരിക്കലും പറയില്ല. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള പ്രതീക്ഷകളെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം. പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകൾ വളർത്തണം. അത് നമ്മുടെ ജീവിതത്തിന് വളരാനുള്ളൊരു വലിയ ആകാശം തരും. താങ്ക് യു.